എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ഏകാദശിയൊക്കെ എല്ലാവരും എടുത്തു എന്ന് വിചാരിക്കണു. നാളെ മുപ്പട്ട് ചൊവ്വാഴ്ചയാണ്. നമ്മളിൽ പലരും ഇപ്പോൾ ചൊവ്വാഴ്ചകളിൽ വെറ്റില ദീപം വെക്കാറുണ്ടാവുമല്ലോ അല്ലേ? അപ്പോൾ ആരെങ്കിലുമൊക്കെ വെക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നാളത്തെ ദിവസം തൊട്ട് തുടങ്ങിക്കോളൂ. എല്ലാ വിധത്തിലുള്ള ഐശ്വര്യങ്ങളും ഉണ്ടാവും. ഇപ്പോൾ നിങ്ങൾ ഓരോ ആഗ്രഹങ്ങൾ ഉണ്ടാവില്ലേ, പെട്ടെന്ന് ജോലി കിട്ടണം, അല്ലെങ്കിൽ പഠന സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ തടസ്സങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ മാറിക്കിട്ടണം, മറ്റ് വിവാഹപരമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ, അങ്ങനെയുള്ള ചെറിയ ആഗ്രഹങ്ങൾ എന്തുണ്ടെങ്കിലും അതിനൊക്കെ ഒരു പെട്ടെന്ന് നടന്നു കിട്ടാനായിട്ട്, ഈ ആഗ്രഹം വളരെ പെട്ടെന്ന് അതിനൊരു വഴി നമ്മുടെ മുമ്പിൽ തെളിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ മുരുക ഭഗവാന് ഈ ഒരു വെറ്റില ദീപം വയ്ക്കുക വഴി നമുക്കതിനൊരു വഴി നമ്മുടെ മുമ്പിൽ തെളിഞ്ഞ് കിട്ടും. ഭഗവാനെ നന്നായിട്ട് പ്രാർത്ഥിച്ച ഈ ദീപം രാവിലെ ഉച്ചയ്ക്ക് ഹോരാ സമയത്ത് വയ്ക്കണം, വൈകുന്നേരം രാത്രി ഈ 3 സമയത്ത് നമ്മൾ വെക്കണം. ഇതിന് മുമ്പ് എങ്ങനെയാണ് വെക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചൊക്കെ നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ചൊവ്വ ഹോര സമയത്ത് ഈ ദീപം വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഭഗവാന്റെ നാമങ്ങൾ ജപിക്കുക. ഓം വജദ്ഭുവേന്ന് ജപിക്കാം, കുമാരായ നമാന്ന് ജപിക്കാം, സ്കന്ധായ നമാന്ന് ജപിക്കാം, ശരവണഭവാന്ന് ജപിക്കാം. അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള ഏത് നാമമാണോ ആ നാമം ജപിക്കുക. ഷഷ്ടി കവച നമുക്ക് ചൊല്ലാവുന്നതാണ്. അറിയുമെങ്കിൽ അതൊക്കെ ചൊല്ലുക. മുരുക സ്തോത്രങ്ങൾ ധാരാളം സുബ്രഹ്മണ്യ സ്തോത്രങ്ങളുണ്ട്, അതൊക്കെ നമുക്ക് ജപിക്കാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഒന്ന് ചെയ്തു നോക്കൂ. ആരെങ്കിലുമൊക്കെ ഇപ്പോൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും നാളത്തെ ദിവസം തുടങ്ങിക്കോളൂ. നിങ്ങൾ ആഗ്രഹിച്ച എന്തൊരു കാര്യത്തിനും ഫലം കണ്ടിരിക്കും. അത് ഉറപ്പായിട്ടുള്ള സത്യമായിട്ടുള്ള കാര്യമാണ്. മുരുകനെ നമ്മളൊരു കാര്യം വേണമെന്ന് വിചാരിച്ച് മനസ്സുരുകി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ വളരെ പെട്ടെന്നാണ് അദ്ദേഹം ആ കാര്യം നടത്തി തരിക. അപ്പോൾ വളരെയധികം ഭക്തൻ്റെ കാര്യങ്ങൾ കേൾക്കാനും ആ കേട്ടിട്ട് അവർക്കുള്ള കാര്യങ്ങൾ നടത്തി കൊടുക്കാനും വളരെയധികം ശ്രദ്ധാലുവാണ് മുരുക ഭഗവാൻ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ആഗ്രഹങ്ങൾ എന്തായാലും ഭഗവാനോട് പ്രാർത്ഥിച്ചോളൂ. എന്തിനും ഒരു പരിഹാരം നമുക്ക് മുമ്പിലുണ്ടാവും. ഭഗവാൻ ആ കാര്യം നമുക്ക് നടത്തി തന്നിരിക്കും. നമ്മുടെ എന്തൊരു നല്ല കാര്യവും ഭഗവാൻ തീർച്ചയായിട്ടും നമുക്ക് നടത്തി തന്നിരിക്കും. അപ്പോൾ മനസ്സ് കൈവിടാതെ, മനസ്സിൽ വേറെ യാതൊന്നും വിചാരിക്കാണ്ട്, എന്ന് വെച്ചാൽ നടക്കുമോ ഇല്ലയോ എന്നുള്ള സംശയം വെക്കാണ്ട് നമ്മൾ പ്രാർത്ഥിക്കുക. നമ്മൾ ചെയ്യേണ്ട കാര്യം ചെയ്യുക. ഫലം ഉണ്ടാവും, ഉറപ്പുള്ള കാര്യമാണ്. അപ്പോൾ ഭഗവാനെ നന്നായിട്ട് പ്രാർത്ഥിച്ചോളൂ. എല്ലാവരുടെയും ആഗ്രഹവും മുരുക ഭഗവാൻ നടത്തി തരും, ഉറപ്പാണ്. ജപിച്ചോളൂ, ഈ വെറ്റില ദീപം വെച്ചോളൂ, ഭഗവാനെ പ്രാർത്ഥിച്ചോളൂ. നന്ദി, നമസ്കാരം.